welcome to a new video. Hi guys, welcome to a new video. Hello guys, അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു നൈറ്റ് ഫൺ വ്ളോഗ് ആണ്. ഇത് നമ്മുടെ സിബ്ലിങ്സ് സിസ്റ്റർ വ്ളോഗ് ആണ് ഇന്നത്തെ വീഡിയോ. വേറെ ഒന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് ഇതാണ് ഗൈസ്. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. നമ്മൾ ഇന്നൊരു കണ്ടന്റ് ഫുൾ ആയിട്ട് തോട്ട്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ഹെയർ കളറിങ് വ്ളോഗാണ്. പക്ഷെ ടോപ്പിക്ക് ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. മേ ബി ഹെയർ കളറിങ് ഗോൺ റോങ് വീഡിയോ ആകട്ടെ ചിലപ്പോൾ. എനിവേ നമ്മൾ നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ ഈ കളർ അടിക്കാൻ പോവാണ്. എന്റെ തലയിലല്ല, തല അടിക്കുക കണ്ടോ ഗായ്സ്. ഇവർക്ക് ഭയങ്കര മുടിയാട്ടോ, നല്ല മുടിയാണ് കേട്ടോ. നല്ല ഇത്ര മുടിയുണ്ട്, നല്ല തിക്കായിട്ട് കൊതിയിടരുത്. ഒരു ഇവിടെ എവിടെയെങ്കിലും വെച്ചേക്കാട്ടോ. എനിവേ നല്ല മുടിയുണ്ട്. അപ്പം നമ്മൾ അത് കളർ ചെയ്തിട്ട് സെറ്റാക്കാൻ പോവാണ്. ഇച്ചിരി കൂടെ ഭംഗിയാക്കാം ഗായ്സ്. അപ്പം ഇത് നൈറ്റ് വ്ളോഗാണ് കേട്ടോ. നൈറ്റ് ഒരു ഫൺ വ്ളോഗാണ്. അപ്പം നമുക്ക് ഈ കളർ അടിക്കാം. ഇത് സ്ട്രീക്സിൻ്റെ ഹെയർ ഹൈലൈറ്റിംഗ് കിറ്റാണ്. സ്കാർലെറ്റ് റെഡ് എന്നാണ് ഇതിൻ്റെ പേര്. കണ്ടോ, ഇതിൻ്റെ കുറേ കളർ ഉണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എൻവലപ്പ് പോലത്തെ ഒരു സാധനം ഉണ്ട്. അതിൽ കുറേ കളർ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അതിൽ നിന്ന് ചൂസ് ചെയ്യാം. ഇതിന് 220 rupees ഉള്ളു കേട്ടോ. അപ്പം നമുക്ക് കളർ അടിച്ചിട്ട് നോക്കാം കേട്ടോ. കുറച്ച് പാത്രം സാധനങ്ങളൊക്കെ വേണ്ടത്. അപ്പം നമുക്ക് ഇത് അടിച്ചിട്ട് കാണാം അല്ലേ? Yes. കമ്പനിയിൽ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് റിവ്യൂക്കുള്ള സാധനം. സ്ട്രീക്സിൻ്റെ ഹെയർ ഹൈലൈറ്റിംഗ് കിറ്റാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് സ്കാർലെറ്റ് റെഡ് ആണ്. ഒബ്വിയസ്ലി ഒരു റെഡ് കളറാണ്. വാവ്, നല്ല ഭംഗിയുണ്ട്. ഓക്കെ, അപ്പം ഇതുപോലത്തെ കളർ വരുന്നതാണ് ഇവർ പറയുന്നത്. നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്ലോസി സിറം ഷൈൻ കണ്ടീഷണർ ഫോർ സോഫ്റ്റ് സ്മൂത്ത് ഷൈനി ഹെയർ കംസ് വിത്ത് ബ്രഷ് ആൻഡ് ഗ്ലൗസ് ഫോർ ആപ്ലിക്കേഷൻ. സോ ഇതിൽ ബ്രഷും ഗ്ലൗസ് ഒക്കെ ഉണ്ട്. നമുക്ക് യൂസ് ചെയ്യാം. ഈസി ടു യൂസ്. എ ലുക്ക് ബുക്ക് ടു ചൂസ് ഫ്രം ദി വൈഡസ്റ്റ് റേഞ്ച് ഓഫ് ഷെയ്ഡ്സ് ആൻഡ് സ്റ്റൈൽസ്. അത് ഞാൻ നോക്കിയിട്ട് ഇതിൽ കളേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയുള്ളതെന്ന്. ഇവിടെ ഹൗ ടു യൂസ് സ്റ്റെപ്പ് 1 പ്രീ ലൈറ്റനിങ്, സ്റ്റെപ്പ് 2 കളറിങ്. 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യേണ്ടത്. അത് നമുക്ക് ചെയ്യുമ്പോൾ കാണാം കേട്ടോ. അപ്പം നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ ഇത് ഈ കൊടുത്തേക്കുന്നത് എന്താണെന്ന് പറയുക ഗൈസ്. ഇത് കൊടുത്തേക്കുന്നത് ബ്ലോണ്ടിങ് ലെവൽസ് കളർ അച്ചീവ്ഡ്. എന്നുവെച്ചാൽ നമ്മുടെ ഹെയർ എത്ര ലൈറ്റ് ആണോ അത്രയും കളർ വരും. ഇപ്പോൾ ഇത്രയും ലൈറ്റ് കളറാണെങ്കിൽ ഈ റെഡ് കളറായിരിക്കും വന്നത്. ഭയങ്കര ബ്ലോണ്ട് കളറാണെങ്കിൽ, ഒരു മീഡിയം ബ്ലോണ്ട് ആണെങ്കിൽ ഈ ഒരു റെഡ് കളറായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നിങ്ങളുടെ മുടി അത്രയും ബ്ലോണ്ട് ആണെങ്കിൽ. ഡാർക്ക് ഷെയ്ഡാണെങ്കിൽ ഇങ്ങനെ ഒരു മെറൂണിഷ് കളറായിരിക്കും കിട്ടുക. ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണെങ്കിൽ കറക്റ്റ് ഒരു റെഡ് കളറായിരിക്കും കേട്ടോ കിട്ടുന്നത്. അത് നിങ്ങളുടെ മുടിയുടെ കളറിനനുസരിച്ച് പോലെ ഇരിക്കും. എനിവേ ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ പാക്കേജിങ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ബ്രഷ് ഉണ്ട്. നമ്മൾ ഹെയർ ഡൈ ഒക്കെ ചെയ്യുമ്പോഴുള്ള ഒരു ബ്രഷ് പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷാണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹെയർ കളർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതാണ് ഗ്ലൗസാണ്. നെക്സ്റ്റ് ഇതൊരു ഇത് ഇൻസ്ട്രക്ഷൻ കാർഡ് അതാണിത്. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് ഇതിൽ ഇന്ത്യയിലുള്ള എല്ലാ ലാംഗ്വേജും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മുടെ ലാംഗ്വേജ് നോക്കുക, മലയാളം ഓർ ഇംഗ്ലീഷ്. സോ ഇത് നോക്കിയിട്ട് എങ്ങനെയാണിത് ഹൗ ടു യൂസ്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കിയിട്ട് എഴുതാം കേട്ടോ. എഴുതാനല്ല, നമുക്ക് ചെയ്യാം. പിന്നെ ഇതാണ് കേട്ടോ പിന്നെ ഒരു കണ്ടീഷണർ, സ്ട്രീക്സ് ഗ്ലോസി സിറം ഷൈൻ കണ്ടീഷണർ. ഇത് നമ്മൾ ഹെയർ കളർ ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടീഷണർ ഇടുന്നത്. അതാണ് ഇത് ഒരു സാഷേ പാക്കറ്റ്. നെക്സ്റ്റ് ഇതാണ് നമ്മുടെ ഹെയർ കളർ. ഇതിൽ ഈ സ്ട്രീക്സിൻ്റെ അവർക്ക് എന്തൊക്കെ കളറുണ്ട് അതായിട്ട് കൊടുത്തേക്കുന്നത്. ഇത്രയും കളറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് മേടിച്ചാൽ ഏത് കളറിന് അടുത്തത് യൂസ് ചെയ്യാൻ മേടിക്കണം എന്ന് ഇതിൽ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. ഇതാണ് ഒരു ബ്രൗൺ ബ്ലോണ്ട് കളേഴ്സായിട്ട് ഇതൊക്കെ. ഇവിടെ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള പച്ച, തത്തപ്പച്ച, ബ്ലൂ, പൊന്മാൻ കളർ, അങ്ങനെ പല പല കളറുണ്ട് കേട്ടോ. കണ്ട ഗായ്സ്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് അടുത്ത കളർ ചൂസ് ചെയ്യാം. ഇതിൽ ഞാൻ ഏത് കളർ ചെയ്യണമെന്ന് നിങ്ങൾ ഇത് നോക്കിയിട്ട് ചൂസ് ചെയ്യരുത്. ഇത് നോക്കിയിട്ടൊന്ന് ചൂസ് ചെയ്തിട്ട് താഴത്ത് കമൻറ്റ് ചെയ്യട്ടോ. എൻ്റെ മുടിയിൽ ഏത് കളർ അടിക്കണമെന്ന്. ഏറ്റവും കൂടുതൽ ഏത് കളർ കമൻറ്റ് ചെയ്യുക. അത് എന്തായാലും ഞാൻ അടിക്കും. ഇത് പറഞ്ഞാലും ഞാൻ അടിക്കും. ഓക്കെ, കമൻറ്റ് ചെയ്യൂ. പിന്നെ നമ്മുടെ ചാനൽ 1K ആകാറിയാം. അപ്പോൾ എല്ലാവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ഷെയർ എന്തായാലും എന്തെന്ന് ചെയ്തു നിങ്ങൾ. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെ ചാനലാണിത് ഗൈസ്. ഓക്കെ, അടുത്തത് വന്നിട്ട് ഇതിപ്പോൾ കാലം കേട്ടോ. പിന്നെ ഇതാണ് 2 സാധനങ്ങളുള്ളത്. ഇതാണ് സ്റ്റെപ്പ് 2. കണ്ടോ, സ്റ്റെപ്പ് 2 ഡെവലപ്പർ എന്നാണ്. കളർ ആൻഡ് ക്രീം പ്ലസ് ഡെവലപ്പർ. ഇതാണ് കളർ ആൻഡ് സാധനം. ഇതാണ് സ്റ്റെപ്പ് 1 കേട്ടോ. സ്റ്റെപ്പ് 1 എന്ന് വെച്ചാൽ മിക്സ് ബ്ലോണ്ടർ പ്ലസ് ഡെവലപ്പർ. എന്ന് വെച്ചാൽ ബ്ലോണ്ട് നമ്മുടെ ഹെയർ കളർ ഇച്ചിരി ലൈറ്റ് ആക്കിയിട്ടാണ് കളർ ചെയ്താൽ കാണുള്ളൂ. ഈ കറുത്ത മുടിയിൽ കൊണ്ടുപോയി കളർ ചെയ്താൽ കാണില്ലല്ലോ. സോ ഇത് ബ്ലോണ്ടറാണ്. അപ്പോൾ നമ്മുടെ കളർ ഇച്ചിരി കൂടെ ബ്ലോണ്ട് ആകും. ഇച്ചിരി ലൈറ്റ് കളറാക്കും നമ്മുടെ ഹെയർ കളർ. അതിൻ്റെ പൊക്കത്താണ് റെഡ് അടിച്ചിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ ഭയങ്കര ബ്ലോണ്ട് ആണെങ്കിൽ നല്ലോണം കളറാണ്, മനസ്സിലായോ? അതാണിത്.
അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് മാറ്റാൻ നമുക്ക് മനസ്സിലാവില്ല. സോ ഇത് രണ്ടെണ്ണമാണ് ഉള്ളത്. ഒന്ന് വന്നിട്ട് ബ്ലോണ്ടർ, കണ്ടോ, ഇത് നമുക്ക് പൊട്ടിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അത് നമുക്ക് ഇപ്പോൾ മിക്സ് ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് കളറിംഗ് ക്രീം പ്ലസ് ഡെവലപ്പർ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് മിക്സ് ചെയ്യണമെന്ന് നോക്കാം. ഇതും 2 ക്രീമുണ്ട് കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റെപ്പായിട്ട്. ആദ്യം തന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടുള്ള എൻ്റെ സിസ്റ്ററിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. അവളുടെ മുടിയിലാണ് നമ്മളിന്ന് കളർ ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ്, എൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ ഇവളുടെ മുടി നോക്കി ഗൈസ്, എല്ലാവരും കൊതിയിടണേ. ഇതേ കണ്ടോ. അപ്പോൾ ഇതിൽ ആക്ച്വലി എൻ്റെ ഹെയറൊക്കെ ഉണ്ടല്ലോ, ഇത് നോക്കുക, ഹെയർ കളർ ചെയ്ത് ചകിരി പോലെ. പക്ഷെ ഇവിടെ എല്ലാ കൊല്ലം 2-3 പ്രാവശ്യം ഹെയർ കളർ ചെയ്താലും ഉണ്ടല്ലോ ഒരു ഡാമേജും പറ്റില്ല. അതിന് ഇരട്ടിയായിട്ട് മുടി വളരും ഗൈസ്. അതെന്താണ് അതിൻ്റെ ടെക്നോളജിയാന്ന് എനിക്കറിയാം. കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ സുന്ദരിയാക്കാം. എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ഇത് ചെയ്യാനായിട്ട് ഈ സ്റ്റീലിൻ്റെ പാത്രമൊന്നും എടുക്കരുത് കേട്ടോ. പ്ലാസ്റ്റിക് പാത്രം എടുക്കാമെന്ന് എനിക്കിപ്പോൾ ഒരു ഡൗട്ട്. ചില്ലിൻ്റെ പാത്രമാണ് എടുക്കേണ്ടത് ആക്ച്വലി. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത് മീഷോയിൽ നിന്ന് ചെടിച്ചട്ടി മേടിച്ചപ്പോൾ ഇത് ചെടിച്ചട്ടിയുടെ അടിയിൽ വെക്കണ ഒരു താളം പോലത്തെ സാധനമാണ് ഗൈസ്. ഇത് പ്രത്യേകിച്ച് ചെടിച്ചട്ടിയുടെ അടി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിവിടെ വേറെ എന്തെങ്കിലും യൂസിന് എടുക്കാന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അയ്യോ ഗ്ലൗസ് ഇടാം കേട്ടോ. ഓക്കെ, ഇതാണ് ഗ്ലൗസ്. ഒരു പെയർ 2 കയ്യിലിടാം. എനിവേ, പിന്നെ കയ്യിലും മേത്തൊക്കെ ആകാതെ നോക്കണം കേട്ടോ. ഇതിടെ 2 കയ്യിലിടണോ? ഇപ്പോൾ ഒരു കയ്യിലിട്ടാൽ മതിയല്ലേ? അപ്പോൾ മറ്റേ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലിടാം. എന്നിട്ട് ഇതൊക്കെ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 1 ചെയ്യാം ഗായ്സ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് രണ്ടും കത്രിക വേണമെന്ന് ഒട്ടിക്കാൻ. ഗൈസ്, ഇത് പൗഡറാണ്, ബ്ലീച്ചിങ് പൗഡർ പോലെ ബ്ലോണ്ടർ പൗഡർ. ഗൈസ്, ഇതാണ് ഡെവലപ്പർ. ഇതൊരു ക്രീം പോലെയാണ് ഇരിക്കണേ. ഇതാണ് ബ്ലോണ്ടർ പൗഡർ, ഇത് പൗഡർ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. ഞാൻ മിക്സ് ചെയ്യുന്ന ക്യാൻസൽ ആയിട്ട് ഗൈസ്. ഇതെന്ത് കളറാണ് നമുക്ക്? വൈറ്റ് കളർ. എന്നിട്ട് ഈ പൗഡർ മൊത്തം ഇടണം. ഇത് മൊത്തം ഇടാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മൊത്തം തന്നെ ഇടാം. പൊടി മറ്റേ ഫെമ്മോലെ വയലറ്റ് ഗൈസ്, ഒരു വയലറ്റ് പൊടി. മറ്റപ്പൊടി പോലെ ഉണ്ടല്ലേ. ഗൈസ്, ഒരു പർപ്പിൾ ലാവണ്ടർ ഷെയ്ഡാണ് ഇട്ടത്. അപ്പം നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം ബ്രഷ് വെച്ചിട്ട്. ഇത് നമ്മൾ ഈ പൗഡർ ഈ ക്രീമും കൂടെ നല്ലോണം ഇതാക്കണം കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഒരു ലാവണ്ടർ കളർ നല്ല രസമില്ല, നല്ല ബ്ലൂ കളറായി. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലോണ്ട് ചെയ്യുന്ന സാധനം. അപ്പോൾ നമുക്കിത് അടിക്കാം. ഒരു ഇച്ചിരി ഉള്ളൂ കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ഈ കളർ ആൻഡ് ക്രീം പ്ലസ് ഡെവലപ്പർ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മുടിക്ക് ശരിക്കും കളർ തന്നെ സാധനം. അപ്പോൾ നമുക്ക് ഇതും ഒരു 2 ക്രീമാട്ടോ. ക്രീമും ഇത് ക്രീം, ഇതൊരു തിക്കായിട്ടുള്ള ക്രീം, ഇത് ഇച്ചിരി ലൂസായിട്ടുള്ള കേട്ടോ ഡെവലപ്പർ. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ ഗൈസ്. വളരെ സിമ്പിൾ സ്റ്റെപ്സ് ആണ്. നമുക്ക് വീട്ടിൽ ഹെയർ കളർ ചെയ്യാം കേട്ടോ. അപ്പോൾ സ്ട്രീക്സിൻ്റെ നല്ലതാണ്. പിന്നെ അതെ, ഗാർണിയറിൻ്റെ ഉണ്ട്. ഞാൻ പണ്ട് ഗാർണിയറിൻ്റെ കേട്ടോ കൂടുതൽ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ദിവസം ഗാർണിയറിൻ്റെ ട്രൈ ചെയ്യാം. ഓ, റെഡ് കളർ. ഹലോ ഗൈസ്, ഇത് കണ്ടപ്പോൾ എനിക്ക് വെക്കുന്ന പീരീഡ്സ് ആണ് ഓർമ്മ വന്നത്. നോക്ക് ഗൈസ്, കിട്ടാ. ഓ മൈ ഗോഡ്, സ്കേറി. കാണുന്നുണ്ടോ? അപ്പോൾ ഗൈസ്, ഇത് നല്ല റെഡ് കളറാണ് കേട്ടോ.
കളർ നമ്മുടെ നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ ഡെവലപ്പർ ഇച്ചിരി ലൂസായിട്ടിരിക്കണം. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ പിടിക്കാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് തോന്നുന്നു. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം മുടി ഇങ്ങനെയല്ലേ പാർട്ടീഷൻ ഇടണേ? അപ്പം എങ്ങോട്ടാണ് നിങ്ങൾ പാർട്ടീഷൻ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങോട്ട് ഇടുക കേട്ടോ. ഓക്കെ, അപ്പം നല്ലോണം ചട കളയാം. അപ്പം നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ മുടിയിൽ ഇതിന് മുന്നേ ഹെയർ കളർ ചെയ്ത കളർ കണ്ടോ? അപ്പം അതിൻ്റെ പൊക്കത്തൊക്കെ റെഡ് അടിച്ചെടുക്കാം. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. ഇതെടുക്കാം. ഇരിക്കാതാണ് നല്ലത്. ഞാൻ ഇതിന്റെ പൊക്കത്തൊക്കെ അടിച്ചോട്ടോ. അതും അത് സ്ട്രൈപ്പ് വേണം. ഇതിങ്ങനെ പരന്നിരിക്കണേ. അപ്പൊ എന്ത് ചെയ്യും? ആണാ? അപ്പൊ അതങ്ങനെ അടിക്കട്ടെ ഞാൻ. കാരണം ഇതിങ്ങനെ പരന്നിരിക്കണം. മനസ്സിലായോ? നിക്ക് നോക്കട്ടെ. ഇതെന്തായാലും ബ്രൗൺ ആകാനായിട്ടുള്ള കളറല്ലേ? ഇത് ലൈറ്റ് ആകും. ബ്രൗൺ അല്ലെങ്കിൽ ഗോൾഡ് കളർ. മനസ്സിലായോ? അതിന്റെ പൊക്കത്തോട്ടല്ലേ നമ്മൾ കളറുള്ളൂ. ആക്ച്വലി ഇതിന്റെ ഒരു യൂറിന്റെ മണമാണ് ഗൈസ്. അത് അതിന്റെ ഉള്ളിലുള്ള എന്തൊരു കണ്ടന്റിന്റെ ആണ് കേട്ടോ. യുറാനിയം. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ഇത് കഴിഞ്ഞ് കണ്ടിങ്ങനെ ഓരോ സ്ട്രാൻഡ്സ് എടുത്തിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സോ ഇനി 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിത് എന്തായെന്ന് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി സ്റ്റെപ്പ് ചെയ്യണോ വേണ്ടെന്ന് ആലോചിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇപ്പോൾ 10:40 നമുക്ക് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ പാർട്ടീഷൻ ചെയ്തത് മാത്രം എടുത്തിട്ട് ഇപ്പോൾ കഴുകാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് വാഷ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഇത് നല്ല ബ്ലോണ്ട് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ലൈറ്റ് ഷെയ്ഡ് ഉണ്ടോ? അപ്പോൾ ഇതിൻ്റെ പക്കത്ത് റെഡ് കളർ അടിക്കുമ്പോഴാണ് നല്ലോണം വിസിബിളായിട്ട് കാണാൻ പറ്റുക. അപ്പോൾ നമുക്കിത് കഴുകിയിട്ട് വരാം. ഓക്കെ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് മുടിയൊക്കെ വാഷ് ചെയ്തിട്ട് ഇച്ചിരി ഡ്രൈ ആക്കണം കേട്ടോ. മറ്റേ ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഡ്രൈ ആക്കാം. പക്ഷെ നമ്മുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫാനിൻ്റെ ചോട്ടിൽ വെച്ചു. പിന്നെ ഞാനിങ്ങനെ ഈരിയിട്ടൊന്ന് തോർത്തിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഡ്രൈ ആണ്. അപ്പോൾ നമ്മളിനി സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ആയിട്ടിരിക്കുന്നത്. ഇതിൽ കളർ ചെറുതായിട്ട് കാണാം, ബ്ലോണ്ടായിട്ടുണ്ട്. കണ്ടോ? അതിന് അവളുടെ മുടിയിൽ നേരത്തെയുള്ള കളറാണോന്ന് അറിയില്ല. ചെറുതായിട്ട് കളറായിട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പക്കത്ത് കൂടെ നമുക്ക് കളർ അടിക്കാം. ഇത്രയും പോർഷനിലാട്ടോ ചെയ്യുന്നത്. എങ്ങനെ ഇരിക്കുന്ന ലാസ്റ്റ് നമുക്കറിയാം ഗൈസ്. അപ്പോൾ നമ്മളത് നല്ല റെഡ് കളറായിട്ടുണ്ട് കേട്ടോ. അപ്പം സ്കാർലറ്റ് റെഡ് അതാണ് പേര്. അതുപോലെ തന്നെ നല്ല റെഡാണ്. അപ്പോൾ നമുക്കിത് മൊത്തം അടിക്കാം. എൻ്റെ ഒരു ഊഹത്തിൽ ഞാൻ സ്ട്രൈപ്സ് ഇതാണ് കേട്ടോ. ആ സ്ട്രാൻഡ്സ് ഇല്ലേ, ഹെയർ സ്ട്രാൻഡ്സ്, ഇതിന് മൊത്തം അടിക്കുമ്പോൾ കൊളാവാന്നറിയില്ല. ലെറ്റ്സ് സീ. അതടിക്കട്ടെ. നിന്റെ ഇതോടെ ഇതല്ലേ നമ്മൾ എടുത്തത്? ഇതല്ലേ ഗ്ലൗസ് ഇറക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ കൈ ഇട്ടോ. അത് പിടിച്ചോട്ടെ ഞാൻ. Oh my goodness. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അടിച്ചു കഴിഞ്ഞു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിത് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊരു അരമണിക്കൂറോടെ കഴിഞ്ഞത് വാഷ് ചെയ്തിട്ട് കാണട്ടെ എങ്ങനെയാണ് കളറാകും. ഈ കളർ കണ്ടിട്ട് കളറാകും എന്നാണ് തോന്നുന്നത്. കാരണം നല്ല ബ്രൈറ്റ് റെഡാണ് കേട്ടോ. സോ മുടിയിലാകുമെന്ന് അറിയില്ല. അതെ, ഗ്ലൗസ് ഇട്ടിട്ട് കയ്യിൽ കണ്ടോ, ഹലോവീൻ പോലെ ഉണ്ടല്ലേ, ഇതിലായില്ല. അപ്പോൾ നമുക്ക് നോക്കാട്ട് വാഷ് ചെയ്തിട്ട് എക്സൈറ്റഡ്.